കോഴിക്കോട് ഫറൂഖ് സബ് ഡിവിഷന് കീഴിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒറ്റ നമ്പർ ലോട്ടറി നടത്തുന്നുവെന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 3 പേർ അറസ്റ്റിൽ. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ദിഷ്ന സുരേഷ് ചേരുകയാണ്. ദിഷ്ന, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒറ്റ നമ്പർ ലോട്ടറി കേസിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ കണക്കെടുത്താൽ വലിയ രീതിയിലാണ് ഈ ഒറ്റ നമ്പർ ലോട്ടറി വ്യാപകമായി വിറ്റുപോയ ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും താമരശ്ശേരി, ഫറൂഖ്, കൊടുവള്ളി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ ലോട്ടറി വിറ്റുപോകുന്ന ഒരു ലോട്ടറി വിറ്റുപോകുന്ന സംഭവം ഉണ്ടാവുന്നത്. ഇതിനാസ്പദമായാണ് ഫറൂഖ് സബ് ഡിവിഷന് കീഴിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചില കടകളിൽ ഒറ്റ നമ്പർ ലോട്ടറി നടത്തുന്നു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക റെയ്ഡ് നടത്തിയത്. ഫറൂഖ്, ചുങ്കം, മണ്ണൂർ വളവ്, ബേപ്പൂർ, നടുവട്ടം, മാന്തോട്ടം, നല്ലളം, ചക്കുംകടവ്, പെരുമണ്ണ, പന്തീരങ്കാവ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്പെഷ്യൽ സ്ക്വാഡ് ചേർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഫറൂഖ് മണ്ണൂർ വളവിൽ നിന്നും, ബേപ്പൂർ നടുവട്ടത്തു നിന്നും, പെരുമണ്ണയിൽ നിന്നുമാണ് ഒറ്റ നമ്പർ ലോട്ടറി നടത്തുന്നവരെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. മണ്ണൂർ വളവിൽ നിന്നും ഷാലു, നൌഷാദ്, തേഞ്ഞിപ്പാലം സ്വദേശി അമൽ പ്രകാശ് എന്നയാളെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. കോഴിക്കോട് നിന്നും ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.